നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ല പൊതുവെ CPM-നും ഇടതുമുന്നണിക്കും ഒരു ബാലികേറാ മലയാണ്. CPM 100 സീറ്റിൽ ഭരണം തൂത്തുവാരുമ്പോഴും എറണാകുളം ജില്ലയിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ CPM-നും ഇടതുപക്ഷത്തിനും കഴിയാറില്ല. എത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങുമ്പോഴും എറണാകുളം ജില്ല UDF-ന്റെ സുരക്ഷിത കോട്ടയായി തുടരുകയാണ്. അത് ഇടതുമുന്നണിക്കും CPM-നും ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. എറണാകുളം എന്ന UDF-ന്റെ കോട്ട പൊളിക്കാൻ അത്ര പെട്ടെന്നൊന്നും അവർക്ക് സാധിക്കുകയില്ലെന്നും CPM-നും LDF-നും അറിയാം. 14 നിയോജക മണ്ഡലങ്ങളിൽ എത്ര ആഞ്ഞു പിടിച്ചാലും 4 എണ്ണമോ പരമാവധി 5 എണ്ണമോ ജയിക്കാനേ CPM-നും ഇടതുമുന്നണിക്കും കഴിയുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നു എന്ന് പറയുന്ന 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നിരവധി സ്വതന്ത്രരെ പരീക്ഷിക്കാനുള്ള നീക്കവുമായാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. എറണാകുളം നഗരം ഉൾപ്പെടുന്ന 2 മണ്ഡലങ്ങൾ ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് എറണാകുളവും മറ്റത് തൃക്കാക്കരയും. ഈ രണ്ടിടവും UDF-ന്റെ ഉറച്ച കോട്ടയായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടെ ഈ 2 മണ്ഡലത്തിലും ഇപ്പോൾ CPM സ്വതന്ത്രരെ തപ്പുകയാണ്. നല്ല സ്വതന്ത്രരുണ്ടെങ്കിൽ മത്സരിപ്പിക്കാമെന്നുള്ള നിലപാടിലാണ് എറണാകുളത്തും തൃക്കാക്കരയും. ഇത് രണ്ടും ചേരുന്നതാണ് യഥാർത്ഥത്തിൽ എറണാകുളം നഗരം, കൊച്ചി നഗരം എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംഹഭാഗം എന്ന് പറയുന്നത് ഈ 2 മണ്ഡലങ്ങളും ചേരുന്നതാണ്. പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊച്ചി മണ്ഡലവും മറ്റത് തൃപ്പൂണിത്തുറ, കളമശ്ശേരി മണ്ഡലങ്ങളുമാണ്. ഏതായാലും കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന 2 നിയോജക മണ്ഡലങ്ങൾ എറണാകുളത്തും തൃക്കാക്കരയിലും സ്വതന്ത്രനെ തേടുകയാണ് ഇപ്പോൾ CPM. എറണാകുളത്ത് കോൺഗ്രസിൻ്റെ മുൻ DCC അധ്യക്ഷൻ TJ വിനോദാണ് MLA. തൃക്കാക്കരയിൽ PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസാണ് MLA. ഇവർ രണ്ടുപേരെയും തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന് CPM മനസ്സിലാക്കിയതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിലും നല്ലൊരു സ്വതന്ത്രനെ പരീക്ഷിക്കാൻ, സെബാസ്റ്റ്യൻ പോൾ മോഡലിലുള്ള സ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ CPM ഒരുങ്ങുന്നത്. അത്തരത്തിലുള്ള സ്വതന്ത്രനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു CPM-ൻ്റെ നിത്യഹരിത സ്വതന്ത്രൻ. പാർലമെൻറ്റിലേക്കായാലും നിയമസഭയിലേക്കായാലും അദ്ദേഹത്തെയാണ് മത്സരിക്കാൻ ചുമതലപ്പെടുത്താറുള്ളത്. ഇടയ്ക്കിടെ അദ്ദേഹം ജയിക്കുകയും ചെയ്യും. അതുപോലെ നിത്യഹരിത സ്വതന്ത്രനെ തേടുകയാണ് ഇപ്പോൾ എറണാകുളത്ത് CPM. എറണാകുളത്ത് നിന്ന് മാത്രമല്ല, എറണാകുളത്തും തൃക്കാക്കരയിലും പെരുമ്പാവൂരും ഒരു സ്വതന്ത്രനെ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പോൾ CPM പോകുന്നത്. മാത്രമല്ല അങ്കമാലിയിലും ഇപ്പോൾ ഒരു CPM സ്വതന്ത്രൻ എല്ലാ സഭയുടെയൊക്കെ പിന്തുണയുള്ളൊരു CPM സ്വതന്ത്രനെ നിർത്താനുള്ള പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ട് പോകുന്നത്. കാരണം അങ്കമാലി സീറ്റ് പിടിക്കുകയും അത്ര എളുപ്പമല്ലെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ആലുവയിലും ഒരു CPM സ്വതന്ത്രനെ അവർ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മുൻ കോൺഗ്രസ് നേതാവ് PM മുഹമ്മദ് അലിയുടെ മരുമകളെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ 6000 വോട്ടിനാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അൻവർ സാദത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അതോടെ എറണാകുളത്തെ പ്രബലമായ മണ്ഡലങ്ങളെല്ലാം CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അന്വേഷിക്കുന്നു എന്നുള്ളൊരു വർത്തമാനം പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ പ്രചരിച്ചു കഴിഞ്ഞു. അത്തരത്തിലൊരു വലിയ പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. സ്വതന്ത്രമുണ്ടോ എടുക്കാൻ എന്നുള്ള രീതിയിലുള്ള ലേലം വഴിയാണത്ര ഇപ്പോൾ CPM നടത്തുന്നത്. സെബാസ്റ്റ്യൻ പോൾ മോഡൽ സ്വതന്ത്രന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ CPM ഉയർത്തുന്നത്. അങ്ങനെ കുറച്ച് നല്ല സ്വതന്ത്രന്മാരെ പിടിച്ചു നിർത്തിയാൽ 1-2 സീറ്റെങ്കിലും പറഞ്ഞ് ജയിച്ചു കയറാമെന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. പ്രത്യേകിച്ച് തൃക്കാക്കര പോലുള്ള സ്ഥലത്ത് നല്ല CPM സ്വതന്ത്രരാണെങ്കിൽ ഒരുപക്ഷെ വിജയിച്ച് കയറും എന്നുള്ള പ്രതീക്ഷ CPM-നുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് എറണാകുളം ജില്ല മുഴുവൻ നടക്കുകയാണത്രേ ഇപ്പോൾ CPM നേതൃത്വം.